പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ടിഫനാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. ഇത് കറിയില്ലാതെയും കഴിക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ മുട്ടക്കറി വെച്ച് കഴിക്കാം, ഇറച്ചി ഏത് കറി വേണമെങ്കിലും വെച്ച് കഴിക്കാം. ഉരുളക്കിഴങ്ങ് കറി അല്ലാതെ കഴിച്ചാലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലിട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി 2 വെള്ളം കഴുകി എടുത്താണ് ഇട്ടിട്ടുള്ളത് കുതിരാൻ വേണ്ടി. ഇനി ഒന്നും കൂടെ 1-2 വെള്ളം കൂടെ കഴുകിയിട്ട് എടുത്തിട്ട് വരാം. ഇപ്പം കഴുകി എടുത്തിട്ടുണ്ട്. പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, റേഷൻ പച്ചരിയാണ്. നിങ്ങൾക്ക് ഏത് പച്ചരിയാണെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു ജാർ എടുത്തിട്ടുണ്ട്, ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് ഇരിപ്പുള്ളത്. റവ ഇടുമ്പം കറക്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ റവയാണ്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എൻ്റെ കയ്യിൽ ഈനോ ഇല്ല, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ഇടുന്നത്. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ബാറ്റർ ഇതേ പാകത്തിനിരിക്കണം. നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ആവി കയറ്റാനുള്ളതാണ്. നമുക്ക് കുറച്ച് ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. അപ്പോഴേ കറക്റ്റ് പാകമായിരിക്കും. നമുക്ക് ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ഈ സോഡാപ്പൊടി ഇട്ടില്ലേ, ബേക്കിംഗ് സോഡ, അതെല്ലാം കൂടെ ഒന്ന് കുഞ്ഞി കുറച്ച് വരണം. അതായിരിക്കും നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം റവയും കുതിർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടെ അടിച്ചെടുത്തിട്ട് വരാം. ഇനി മാവിലോട്ട് ചേർക്കാം തൈര്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി മീഡിയം സൈസ്, അത് ഇതിലിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, അത് ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. സ്റ്റവ് കത്തിച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. കേക്ക് ടിന്നോ ഏതെങ്കിലും പ്ലേറ്റുകളോ ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ഇതാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ തടവിയാണ് എടുത്തിട്ടുള്ളത് പ്ലേറ്റ്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം.
അപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റാം.